അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഞാനിതാ റെഡി ആയിട്ട് പെണ്ണ് കാണാൻ പോവാന്ന്. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്ക് ഉണ്ടാവും അല്ലേ? അതെ, ഞാൻ എൻ്റെ അനിയന് വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ തന്നെയാണ് കേട്ടോ പോകുന്നത്. ആക്ച്വലി പെണ്ണ് കാണൽ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ വീഡിയോ കോളിലൊക്കെ കണ്ടു, എല്ലാം ഫിക്സ് ആയിട്ടുണ്ട് മാരേജ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് ആ കുട്ടീനെ കാണാൻ പോകുന്നതാണ്. അപ്പൊ ഞാൻ വെച്ച് ഇതൊരു നല്ല മെമ്മറി അല്ലേ, അതൊന്ന് കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത്, അതൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പൊ ഇതാ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് ക്ലിപ്പിംഗ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് പെണ്ണിനെയും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആരൊക്കെയാ പോയിട്ടുള്ളതെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പറയാണ്ടാ പോയത്, അതുകൊണ്ട് പെണ്ണ് ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അതാ ഈ നിൽക്കുന്ന ആളാട്ടോ പെണ്ണ്. നമ്മൾ കാണാൻ പോയത് അമ്മമ്മയുണ്ട്, ഞാനുണ്ട്, എൻ്റെ 2 ചോട്ടാസ്, പിന്നെ എൻ്റെ ബ്രദറും ആണ് പോയിട്ടുണ്ടായത്. ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞല്ലാണ്ട് എന്റെ ബ്രദറിനെ ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ഇതാണ് കേട്ടോ ആള്, പുതുമണവാളനും പുതുമണവാട്ടിയും. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് കാണുന്നത് ഞാനും അമ്മമ്മയും പിള്ളേഴ്സും ഒക്കെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. മമ്മിയും വിഷ്ണു ഒക്കെ മുന്നേ വന്ന് കണ്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ആശാനത തനി പെണ്ണ് കാണൽ ഫോമാലിൽ കുടിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ വീഡിയോ എന്തായാലും ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, കാരണം പിന്നെ കാണുമ്പോൾ അതൊരു രസമല്ലേ, ഒരു മെമ്മറി അല്ലേ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു വ്ളോഗ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാന്ന്, അങ്ങനെ എടുക്കുക കേട്ടോ. ഈ ഒരു ഷോർട്ട് വീഡിയോ ആണ്, ചെറിയൊരു പെണ്ണുകാളിന്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ കുടിക്കാനൊക്കെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അവള് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്ത് കൊണ്ടുവരുമ്പോ നമ്മളിങ്ങനെ പറയുന്ന ഫസ്റ്റ് വിഷ്ണുവിന് കൊടുക്കുക, ഫസ്റ്റ് വിഷ്ണുവിന് കൊടുക്കുക, അതാണ് അതിന്റെ ഒരു എന്താ പറയാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ വെറുതെ ചൂടാക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ കേട്ടോ മെയിനായിട്ട് എല്ലാം പറയുന്നുണ്ടായിരുന്നു. കാരണം എന്റെ പെങ്ങളല്ലേ, ഐ മീൻ പെങ്ങളല്ലേ, അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ റാഗിങ് സ്റ്റൈലിലുള്ള വർത്താനവും ഇതൊക്കെ ആയിരുന്നു ചെയ്യുന്നുണ്ടായത്. പിന്നെ നമ്മൾ 2 പ്രാവശ്യം വീഡിയോ കോളിലൊക്കെ കണ്ടുകൊണ്ട് കുറച്ചും കൂടി കംഫേർട്ട് ആയിരുന്നു വർത്താനം പറയാനൊക്കെ ഉണ്ടായത്. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് സെൽഫി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടും, പിന്നെ അവളെയും വിഷ്ണു എന്ന് എൻ്റെ അനിയന്റെ പേര്, അവനെയും പെണ്ണിന്റെ പേര് പറയാൻ മറന്നുപോയി അല്ലേ, അനുഷ എന്നാണ് കേട്ടോ പെണ്ണിന്റെ പേര്. അപ്പൊ വിഷ്ണുവിനെയും അനുഷേനെയും ഒക്കെ ഒരുമിച്ച് നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പം നമ്മൾ ഏകദേശം എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു നാട്ടിൽ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇനി എൻഗേജ്മെന്റ് വിശേഷങ്ങളൊക്കെ ഉണ്ട്, അത് വീണ്ടും അതായത് കമ്മിങ് വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോകാൻ നേരത്ത് അനുഷ എൻ്റെ മോനെ എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വന്നപ്പോഴും മുതൽ. അപ്പോൾ പോകാൻ പോകുമ്പോൾ അതൊന്നും എടുക്കാൻ ചാൻസ് കിട്ടിയത്. അപ്പാട് തന്നെ ആശാൻ കരഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. അത് കുറച്ച് ടെക്സ്റ്റ് മീ നോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മളിത് ഇറങ്ങാണ്. ഇനി എൻഗേജ്മെന്റിന് അടുപ്പിച്ചിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ഷോർട്ട് പെണ്ണ് കാണൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പെണ്ണൊക്കെ കണ്ടതിന് ശേഷം നമ്മളിത് വീട്ടിലേക്ക് റിട്ടേൺ ആകുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.